നമസ്കാരം, MTV ന്യൂസിലേക്ക് സ്വാഗതം. സമാനമായ രീതിയിലും പൊതുമരാമത്ത് പ്രവൃത്തികളും സമയബന്ധിതമായി പൂർത്തീകരിക്കുന്ന വേണ്ട എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന വേണ്ടി ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകിയതായിട്ടും ഈ ഭരണസമിതിക്ക് ഇത്രയും നാൾ ലഭിച്ച എല്ലാ പിന്തുണയും സഹായ സഹകരണങ്ങളും വരുന്ന ഭരണസമിതിക്കും പൊതുജനങ്ങൾ നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിൽ 2024-25 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന ബയോബിന്നിന്റെ ഉദ്ഘാടനം വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM മുസ്തഫ നിർവഹിച്ചു. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കുന്ന ബയോബിന്നിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ നിർവഹിച്ചത്. 9 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് എല്ലാ വാർഡിലെയും ജനങ്ങൾക്ക് വേണ്ടി ഇതേപോലെയുള്ള പ്രൊജക്റ്റുകൾ നടപ്പിലാക്കി തുടങ്ങിയിട്ട് 4 വർഷം പിന്നിട്ടു. സമാനമായ രീതിയിൽ 2025-26 വാർഷിക പദ്ധതിയിലും ഇതേപോലെയുള്ള എല്ലാ വീടുകളും ബയോബിൻ എത്തിക്കുക എന്നുള്ള ദൗത്യവുമായിട്ടാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ശുചിത്വ മേഖലയിലും ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും വളരെ ഊന്നൽ നൽകിയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിദ്യാലയങ്ങൾ തുറക്കുമ്പോൾ ആ വിദ്യാലയങ്ങളിലോട്ട് പെൻബിൻ ബോക്സ് എന്നുള്ള ഒരു പദ്ധതി നടപ്പിലാക്കുന്നു. അതിന് ഓരോ സ്കൂളുകളിലും എത്ര ക്ലാസ് റൂമുകളുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള കുട്ടികൾ എഴുതി തീർന്ന പെന്നുകൾ ആ ബോക്സ് നിക്ഷേപിച്ചുകൊണ്ട് അത് നല്ലൊരു ശീലം വളർത്തിയെടുക്കുന്നതിന് വേണ്ടി നടപ്പിൽ വരുത്താൻ പോകുന്ന പ്രൊജക്റ്റാണ് പെൻബിൻ. അതും ഈ അധ്യയന വർഷം തുടങ്ങുന്നതോടുകൂടി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കാൻ പോകുന്നു. സമാനമായ രീതിയിൽ തന്നെ നമ്മളെ ക്ലീൻ സ്റ്റാഫിൻ്റെ പ്രവർത്തനം എടുത്തു പറയേണ്ടതാണ്. സമീപ പ്രദേശങ്ങളിലുള്ള പഞ്ചായത്തുകളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും ഒരു അകലെ നിൽക്കുന്ന ഒരു പഞ്ചായത്തായി വെട്ടത്തൂർ പഞ്ചായത്ത് മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളത് കാരണം നമ്മുടെ സേവന മേഖലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല പ്രവൃത്തി മൂലമാണെന്നും നമ്മുടെ ഭരണസമിതിയുടെയും നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ എല്ലാം ഇതിന് ഉതകുന്ന രീതിയിൽ ലഭിക്കുന്നത് കൊണ്ടാണ് യാതൊരു പ്രയാസവും കൂടാതെ ഈ 4.25 വർഷത്തോളം വെട്ടത്തൂർ പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തീർത്തും അഭിമാനത്തോടു കൂടെ പറയുന്നു, 2025-26 വാർഷിക പദ്ധതിയുടെ ഭാഗമായി കൊണ്ടുള്ള ഗുണഭോക്തൃ ലിസ്റ്റ് അംഗീകരിക്കലും ഗ്രാമസഭകൾ ചേരലും എല്ലാം കഴിഞ്ഞു. അതിൻ്റെ കരട് ഗുണഭോക്തൃ ലിസ്റ്റ് അംഗീകരിച്ചു. ഈ മാസം 24-ാം തീയതി അതിൻ്റെ അന്തിമ ഗുണഭോക്തൃ ലിസ്റ്റ് കൂടി അംഗീകരിക്കുന്നതോടൊപ്പം 2025-26 എല്ലാ വ്യക്തിഗത ആനുകൂല്യങ്ങളും ഈ ഭരണസമിതിയുടെ കാലാവധിക്കുള്ളിൽ തന്നെ നിന്നുകൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള ഒരു സന്തോഷം കൂടെ പൊതുജനത്തെ അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് പഞ്ചായത്ത് ഹാളിൽ വച്ചു ചേർന്ന പരിപാടിയിൽ വെച്ചാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. 9 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പഞ്ചായത്ത് മെമ്പർമാർ, ജീവനക്കാർ, നാട്ടുകാർ മുതലായവർ പങ്കെടുത്തു. MTV ന്യൂസ് വെട്ടത്തൂർ. നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന സത്യങ്ങളെ സത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ, സമൂഹത്തിലെ പോരായ്മകളെ അധികാരികൾക്ക് മുമ്പിൽ ചൂണ്ടിക്കാണിക്കാൻ, നമുക്ക് ചുറ്റും നടക്കുന്ന ഏത് സത്യത്തെയും മായം കലർത്താതെ മുഖം നോക്കാതെ ലോകത്തെ അറിയിക്കാൻ. തമാശകളും കളിച്ചിരികളും ഉണ്ടാവും, പക്ഷേ വാർത്തകളിൽ യാഥാർത്ഥ്യം മാത്രം. സമൂഹത്തിലെ പോരായ്മകളെ അധികാരികൾക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കാൻ, സത്യസന്ധമായി, ഭയപ്പെടാതെ, എപ്പോഴും നിങ്ങൾക്കൊപ്പം.